ഹേ ഗുഡ് പീപ്പിൾ. അപ്പം ഞാൻ ഇന്നുള്ളത് പപ്പയുടെ ഒരു കൃഷിസ്ഥലത്താണ് കേട്ടോ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പയ്ക്ക് കുറച്ച് കൃഷിസ്ഥലമുണ്ട്. ഇപ്പം കൂടുതലും പപ്പ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൃഷി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2018 നല്ലതായിട്ട് കൃഷി ഉണ്ടായിരുന്നേ. പക്ഷേ 2018 വെള്ളപ്പൊക്കത്തിലാണെങ്കിൽ കുറേ കൃഷി ചുമ്മാ പോയി. നമ്മൾ ശരിക്കും ഒരു എന്താ പറയുന്നത്, പൈസ ഓറിയൻറ്റഡ് ആയിട്ടല്ല ഇത് ആക്ച്വലി ചെയ്യുന്നത്. പപ്പയ്ക്ക് ആഗ്രഹമായിരുന്നേ അങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്തതാണ് ഇതെല്ലാം. അങ്ങനെ അന്നത്തെ ആ വെള്ളപ്പൊക്കത്തിൽ ഒത്തിരി നഷ്ടം വന്നു കേട്ടോ. ഒത്തിരി രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഒന്നും കൈവിട്ടില്ല കേട്ടോ. ഇപ്പോഴും ആഗ്രഹമാണ്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. ഇപ്പോൾ അപ്പോൾ കുറേ വെറൈറ്റി സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ വെറൈറ്റിയും ഉണ്ട്. അപ്പോൾ നമുക്ക് കാണിക്കാമേ ഇന്ന് എന്തൊക്കെ സാധനങ്ങൾ കിട്ടിയെന്നുള്ളതും കാണിക്കാമേ. ഇതെല്ലാം അപ്പോൾ വെച്ചിരിക്കുന്ന പടവലാണ് കേട്ടോ. കഴിഞ്ഞ വട്ടത്തെ കൃഷി ചെയ്തപ്പോഴും ഉണ്ടായിരുന്നു, ഒരു ഇഷ്ടം പോലെ പടവലുണ്ടായിരുന്നു. അത് പിന്നെ ഞങ്ങൾ കുറച്ച് കടയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എത്ര നാളെ അപ്പോൾ ഇട്ടിട്ട്? 1.5 മാസം കൊണ്ട് ഇത്രയൊക്കെ കളിക്കുമോ? കായെല്ലാം വന്ന് തുടങ്ങി. ഇതൊക്കെ കട്ട് ചെയ്യാറായോ? ഇന്ന് കട്ട് ചെയ്യുന്നില്ല, കടയിൽ നിന്ന് സമയമില്ല. കുക്കുംബറുണ്ട്, എന്ത് കുക്കുംബർ ഒരുപാട് ഞങ്ങൾ പറിച്ചാ. ഇപ്പം കുക്കുംബർ ഉണ്ട് കേട്ടോ. കുക്കുംബർ ഉണ്ടായിട്ടുണ്ട്, നല്ല വെള്ള കുക്കുംബർ, ഫ്രഷ് ആയിട്ട് തിന്നാൻ പറ്റിയ സാധനം ഇത്. ഇങ്ങനെ അങ്ങ് തിന്നാം, ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് വിഷമൊന്നും അടിച്ചിട്ടില്ലല്ലോ? ഇത് വിഷമൊന്നും ചേരുന്നതല്ല, ഇത് മായമില്ലാത്ത ഫ്രഷ് സൂപ്പർ സാധനം. ഈ കുക്കുംബർ ഒന്നും ഞങ്ങൾ കടയിൽ കൊടുക്കുന്നില്ല കേട്ടോ, കാരണം അതൊക്കെ ഇച്ചിരിയേ ഉള്ളൂ. ഇതെല്ലാം കുക്കുംബർ, ഇതെല്ലാം പടവലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വലിയ പടവലിട്ട് കച്ചവടക്കാർക്ക് എടുത്തില്ല, അതിന് ചെറുതിട്ടിരിക്കണം. ഇതെല്ലാം കുഞ്ഞു പടവല കേട്ടോ. ബേബി പടവലാന്ന് ഇപ്പൊ പറയുന്നേ. ഇത് കുക്കുംബറാണ്. അങ്ങ് അകത്തുറന്നിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അങ്ങ് വേണ്ട. അപ്പൊ ഇവിടെ ഇതിനപ്പം ഇങ്ങനെ കല്ല് കെട്ടി തൂക്കുന്നേ? ബേബി പടവല വന്നു അപ്പ പറയുന്നത്, ഇത്രയുമേ നീളം വരത്തുള്ളൂ. അതുപോലത്തെ കുറെ പടവലങ്ങ ഉണ്ട് കേട്ടോ, കണ്ടോ? ഇതെല്ലാം നമ്മുടെ പാവല കേട്ടോ. പാവലല്ലയോ അപ്പാ? കിളിക്കാറായില്ലയോ? ഇതൊക്കെ വീണ് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വട്ടത്തെ കൃഷി അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളല്ലോ. ഹായ് അരവിന്ദങ്കൾ. ഇത് നമ്മുടെ അരവിന്ദങ്കൾ കേട്ടോ. പുള്ളി ഞങ്ങളുടെ അടുത്ത് നേരത്തെ തൊട്ടുള്ളതാണേ. എന്ന് വെച്ചാൽ നമ്മുടെ കൃഷിയുടെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യുന്നതെല്ലാം പുള്ളിയാണേ. പപ്പായ്ക്ക് വിശ്വസിച്ച് പുള്ളീനെ എല്ലാ കാര്യങ്ങളും ചെയ്യിക്കാം, കൃഷിയുടെ കാര്യങ്ങൾ. പിന്നെ ഇതെല്ലാം നമ്മുടെ ലോക്കിയാണ് കേട്ടോ. ഇവിടെ ഒരു കുട്ടിപ്പട്ടാളം വരുന്നതുണ്ടേ. ഇനി ഇത് ലോക്കിയാണ് കേട്ടോ. ലോക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കിളിക്കുന്ന ഒരു വെജിറ്റബിളാണ്. കാരണം കഴിഞ്ഞ വട്ടം ഒത്തിരി ലോക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഇഷ്ടംപോലെ ലോക്കി ഉണ്ട് കേട്ടോ. ഇതെല്ലാം ലോക്കിയാണ്. ഇതെല്ലാം നമ്മുടെ കോളിഫ്ലവറാണ് കേട്ടോ. കോളിഫ്ലവർ ഇവിടെ ഉണ്ട്. ഇതെല്ലാം കോളിഫ്ലവറാണേ. എത്ര മൂടുണ്ടോ അപ്പോൾ ഇതിപ്പം? 10-40 മൂടോളം കോളിഫ്ലവർ വെച്ചിട്ടുണ്ട്. കാണിച്ചു തന്നു മൊത്തത്തിൽ. പക്ഷെ കൊള്ളാമില്ല, ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര ഇതാകുന്നു. നമ്മുടെ ഇവിടെ വെച്ച കോളിഫ്ലവർ കേട്ടോ. വിഷമൊന്നും അടിക്കത്തല്ലേ? അതുപോലെ ഉണ്ട് കേട്ടോ. ഇന്ന് പറിക്കാനുള്ള ഉണ്ടോ അപ്പൊ വേറെ? ഇത് ക്യാബേജ് അല്ലേ? ഇത് പക്ഷെ കൂടി വരുന്നുണ്ട്. ഇത് കുറെ ആയെന്ന് തോന്നുന്നല്ലേ? അതെടുക്കുന്നുണ്ടോ ഇന്ന്? കുറച്ചുകൂടി ആവണം. ഇതെല്ലാം ക്യാബേജാ കേട്ടോ. അവിടെ ഉണ്ട് ക്യാബേജ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ അപ്പം ഇത് കോളിഫ്ലവർ മുറിക്കുന്ന കേട്ടോ. ഇന്നപ്പം മൊത്തത്തിൽ എത്ര മുറിച്ചപ്പാ? ഇപ്പം 2 ഇനി വേണോ? ഇതാണോ റെഡ് ലേഡി? ഇവിടെ വെറൈറ്റി ഉണ്ട് കേട്ടോ. കുറെ വെറൈറ്റി ഓമയ്ക്കൊക്കെ വെച്ചിട്ടുണ്ട്, പപ്പായയുടേത്. പിന്നെ അവിടെ ഒക്കെ വാഴ വെച്ചിട്ടുണ്ട് കേട്ടോ. വാഴ കാണിക്കും. പപ്പേനെ വേറെ കൃഷി കാണിക്കാന്ന് പറഞ്ഞു. അയ്യോ ഇത് കാണിച്ചില്ല. വെണ്ടയ്ക്ക. എന്നും കിട്ടുമോ? എന്നും കിട്ടും. ആൾ ടൈം നമ്മളോടൊന്നും ഇല്ലെന്ന് പറയത്തില്ല. ആണോ? നമ്മൾ മുടക്കുന്നതിന് നമ്മൾ എവിടെ ചെന്നാലും എപ്പോൾ ചെന്നാലും പറയും ഓക്കെ കൊടുത്തൊരു കത്തി കൊള്ളാൻ പറയും. ഒരു പരാതി പറയാത്ത സാധനം. പപ്പാടെ കൃഷിയിൽ പരാതി പറയാത്തതാണ് വെണ്ടയ്ക്ക കേട്ടോ. വെണ്ടയ്ക്കൊക്കെ ഇതിലും കൂടുതൽ എന്തോ കോംപ്ലിമെന്റാ വേണ്ടേ? എന്തി അപ്പാന്ന് എടുത്തേ.
ഇന്നലെ കട്ട് ചെയ്താൽ ഇന്നിപ്പം കട്ട് ചെയ്യാനായിട്ട് പോവാം. ഇന്നലെ കട്ട് ചെയ്തായിരുന്നോ? ഇന്നലെ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയുണ്ട്. ഇപ്പോൾ ആടില്ലാത്തോട്ട് നിൽക്കേ അത് വളഞ്ഞു പോയി. ഒത്തിരി വിളഞ്ഞോ? അയ്യോ ഇന്നലെ എന്താ ഓർക്കാഞ്ഞേ? ഇന്നലെ ഓർക്കില്ല. അത് അരികട്ടെ കുമ്പമണ്ടയാണ്. ഇവിടെയൊക്കെ നിപ്പുണ്ട് കേട്ടോ. വേണ്ട ഇതോപ്പാ ഇത് കുമ്പമണ്ടയത്. ഇതിനേക്കാൾ നീളമുള്ള ഈ വെണ്ട കണ്ടോ? അതിൽ നീളമുള്ള വെണ്ടയ്ക്ക ഉണ്ട്. ഇതൊക്കെ നമുക്ക് പരുവത്തിന് ഇത് കഴിക്കാൻ പറ്റുന്നതാണോ അപ്പം? ഇപ്പോൾ എപ്പോഴും കഴിക്കാം. ഇത് വളഞ്ഞു വിത്തിനിട്ടിരിക്കാണ്ട്. ആണോ? അല്ല വിളഞ്ഞ നമുക്ക് വിത്തിന് വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ആ വലിയതോ? വലിയ വളഞ്ഞ് വിത്തിനിട്ടിരിക്കാം. ഓക്കെ. രണ്ടിതെല്ലാം ചേനായിട്ടിരിക്കാം. അത് മുഴുവൻ അങ്ങോട്ട് ചേനയാണ്. ഇതെല്ലാം ചേനയാണോ? ഇതെല്ലാം ചേന. ഈ നമ്മുടെ വാഴയിലയുടെ ഇട്ടേക്കുന്നത്? എല്ലാം വാഴയെല്ലാം. അതൊക്കെ കിളിക്കാറാവുന്നേ ഉള്ളല്ലയോ? കാരണം ഈ വട്ടത്ത് നമ്മളിപ്പോൾ ഇട്ടിട്ട് കുറച്ചാൾ ആയതേ ഉള്ളല്ലേ. ഇതെന്താ പ്ലാവാപ്പാ? ഇത് വിയറ്റ്നാം ഏർലിയോ? ഈ പ്ലാവിൽ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റി ഉണ്ട് കേട്ടോ. ഞാനും അപ്പയും കൂടെ ഒരു വട്ടം മേടിക്കാൻ പോയിരുന്നു. അപ്പം എനിക്കറിയാം. ഇത് എത്ര വർഷമാപ്പാ? ഒരു വർഷം വെച്ചിട്ട് കായ ഉണ്ടായത് അത് കട്ട് ചെയ്ത് കളഞ്ഞു. കായ നമുക്ക് വേണ്ട അടുപ്പിച്ചുള്ള കണ്ടുമുട്ടിയിട്ട് ഇതിനൊരു വട്ടം കായ ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ പപ്പ മുറിച്ച് കളഞ്ഞേ. ഇവിടെ ഇത് കിഴങ്ങ് കാണിക്കാം. അത് കൃഷി ചെയ്യാത്തൊരു സാധനമാണ് കിഴങ്ങ്. കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടം പോലെ ഉണ്ടാക്കും. ഏതാ മറ്റേ പൂടക്കിഴങ്ങാണോ? ആ ശരിയാ കേട്ടോ. ഇത് കഴിഞ്ഞ വട്ടം ഒത്തിരി ഉണ്ടായതാട്ടോ. ഇതെല്ലാം നമ്മൾ കിഴങ്ങ് നട്ടേക്കുന്നതാണേ. എന്തുവാപ്പാ? ആണ്ടോ ഇതിനകത്ത് കിളിച്ചതാ കണ്ടോ? ഇതെല്ലാം കിളിൻ്റെ ഇതിങ്ങനെ കിളിച്ച് വരുമ്പോൾ നമ്മളിങ്ങനെ മേലോട്ട് പടർത്തും കണ്ടോ ഇങ്ങനെ. ഇത് കഴിഞ്ഞ വട്ടം നമ്മൾ പറിച്ചല്ലേ കുറെ. ഇതെല്ലാം ഈ പൂടക്കിഴങ്ങ കേട്ടോ. എത്ര കൂടെ? 100 ചാക്കിനകത്ത് വെച്ചിട്ടുണ്ട്. 100 ചാക്കിനകത്ത് എല്ലാം ചാക്കിനകത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം കയറിയാലും പോകത്തില്ല. പയറ് കളിച്ച് നിൽക്കുന്നു അപ്പൊ അവിടെ. ഇവിടെ എല്ലാം വാഴ വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ ഇടയൊക്കെ വാഴ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മാവ് വെച്ചിട്ടുണ്ട്. ആണോ? പപ്പ പറയുന്നത് പല വെറൈറ്റി മാവ് വെച്ചിട്ടുണ്ടെന്ന്. ഇതെന്നാ മാവാ? ഇത് സാധാ മാവാ? ഇത് പലയിടത്തുനിന്ന് പലത് മേടിച്ചതുകൊണ്ട് ഒപ്പയ്ക്ക് തന്നെ അറിയത്തില്ല ഇപ്പൊ ഏതാന്ന്. ഇതെന്നാ കോണല്ലയോ ഇത്? ആ ചോളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചോളമാണ്. എൻ്റെ കായ അവിടെ ചോളം പിടിച്ചിട്ടുണ്ട്. ഇതിപ്പം എല്ലാം ഉണ്ട്. സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടാകാത്ത ഒരു സാധനങ്ങളില്ല. ആണോ? ഇവിടെ രണ്ട് വളരെ കുറ്റി വളരെ. ഇവിടെ എനിക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ടാ അപ്പ ഈ ഇത് ചെയ്തേക്കുന്ന കേട്ടോ. അപ്പം ഞാൻ വീട് വെക്കാറാകുമ്പോഴത്തേക്ക് ഇതെല്ലാം കിളിക്കുമോ അപ്പ? മരങ്ങളെല്ലാം ഞാൻ വീട് വെക്കാറാകുമ്പോൾ കിളിക്കുമല്ലയോ? ഇതെന്താ കുറ്റി? ആഹാ മറ്റേ പരന്ന പയറല്ലയോ? എന്തി കാണിച്ചേ? ഇത് കുറച്ച് 2-3 മൂടുണ്ട്. ഇന്നലെ പറിച്ചോണ്ട് പോയതാണ്. പപ്പായ ഞാൻ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു കേട്ടോ. അപ്പാടെ ആ ഉറക്കത്തിന്റെ ആ ഒരു ഇതുണ്ട് മുഖത്ത്. ഇത് റംബൂട്ടാൻ N19 റംബൂട്ടാനാണ്. N95 മാസ്ക് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ വെറൈറ്റി ഉണ്ടോ? റംബൂട്ടാൻ അല്ലയോ? ഓൾ സീസണോ? അപ്പൊ ആ ചാക്കിനകത്തിലേക്ക് എന്തുവാ? അതും നമ്മുടെ പൂടക്കിഴങ്ങാണോ? ഓക്കെ. ഓ നമ്മൾ ഇവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലും വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട്. എവിടെ? ഇതെല്ലാമോ? ഇതെല്ലാം ചേമ്പാലിയോ? ആ കപ്പ വെച്ചില്ലയോ? എൻ്റെ ആകെ ഫേവറേറ്റ് കപ്പയാകട്ടെ. എനിക്ക് കിഴങ്ങുകളിൽ ഇഷ്ടം കപ്പയാ. അപ്പൊ അങ്ങൊക്കെ എന്തോ ഈ ചാക്കിനകത്ത് വെച്ചേക്കുന്നത്? 100 മൂടോ? ശരിയാ കേട്ടോ. ഞാനും കുറെ ബാംഗ്ലൂർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. കിഴങ്ങെല്ലാം കിളിച്ചു തുടങ്ങി. ഇപ്പൊ ചേനയും കാച്ചിലും കിളിച്ചോണ്ട് ഒരു മാസം എടുക്കും. കുറച്ചുകൂടി സമയം എടുക്കും അല്ലേ? ഇവിടെ ഇച്ചിരി താന്നു പോയിട്ടുണ്ട്. എന്തുവാ? കപ്പയുടെ ചീരട്ടിരിക്കുക. കപ്പയുടെ ഇടയ്ക്കോ? അതെന്തിനാ കപ്പയുടെ ഇടയ്ക്ക് ചീര വെക്കുന്നത്? ഈ മാവ് എന്തോ മാവ് അപ്പം? അപ്പൊ ശരിക്കും കൊറേ മാവുണ്ടല്ലോ. ഒത്തിരി ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. മാങ്ങ ഉണ്ടായി കിടക്കുന്ന. ശരി, ഞാൻ വീട് വെക്കുമ്പോ ഇനി കൊറേ മാങ്ങ തന്നെയല്ലയോ? ഇതെല്ലാം കപ്പ ഇട്ടേക്കോ അല്ലയോ? ഇത് ഹൊറിസോണ്ടൽ അല്ലേ? അതെന്തിനാ അങ്ങനെ വെക്കുന്നത്? ഭൂമിക്കടി ഇട്ടിരിക്കുക. അതിനകത്ത് ഒരുപാട് 4 സൈഡിൽ നിന്ന് കപ്പ ഉണ്ടാകുന്ന ഒരു യൂട്യൂബിനകത്ത് ഒരാൾ പറഞ്ഞതിനനുസരിച്ച് അങ്ങനെ ഇട്ടിരിക്കുക. പപ്പ ഇപ്പൊ യൂട്യൂബ് ഹാക്ക് നോക്കിയൊക്കെ കുറെ കൃഷി ചെയ്യും കേട്ടോ. എന്നിട്ട് ഈ ഇടയ്ക്ക് യൂട്യൂബ് നോക്കിയിട്ട് എന്നെ കൊണ്ട് കുറെ അരിയൊക്കെ ഓൺലൈനിൽ കൂടെ മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആഹാ, ഇതെന്നാ മാവാ? ആണോ? പുളിയൊന്നുമില്ല. എന്നാലും ഞാൻ പൊഴിഞ്ഞു കൊടുക്കും. നല്ല ആണോ? സൂപ്പർ ടേസ്റ്റ് ആണ്.
പക്ഷെ കണ്ട കുഞ്ഞു കണ്ണിമാങ്ങയൊക്കെ കിളിച്ചേക്കുന്നേ. കായുണ്ട് ഇപ്പൊ തന്നെ 4, 5, 6 മാങ്ങ ഉണ്ട്. അത് പുതിക്കുന്നുണ്ട്. പപ്പയ്ക്ക് ഇത് കിളിക്കുന്നുണ്ടപ്പോൾ സന്തോഷമായോ? ഭയങ്കര കാരണം പപ്പ ഇപ്പൊ കൂടുതൽ സമയം ഇതിനകത്ത് വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പം നമ്മൾ കുറേ കാര്യത്തിന് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അത് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. എന്ത് ജാതി? ഇതോ? ആഹാ, ആ ഓറഞ്ച് ഞാൻ കാണിക്കാമേ. ഇത് ചീര നട്ടിട്ടുണ്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചീര നട്ടത് ഇങ്ങനെ കിളിച്ച് വെക്കുന്നതാണ്. ഇത് കിളിക്കത്തില്ല ഇനി മേലോട്ട്? ഇത് കിളിച്ചിട്ടുണ്ട്. അങ്ങ് നിൽക്കുന്ന തണ്ണിമത്തൻ കേട്ടോ. അപ്പൊ ഇത് മുറിക്കാറായോ ഇന്ന്? ചീര വേണോ? ഇന്ന് മുറിക്കുന്നോ? ഓക്കെ. കാരണം നമ്മൾ ഇന്ന് ഈ ബിസി ആയി ദിവസങ്ങളിലൊക്കെ, അതുകൊണ്ട് പിന്നെ മുറിച്ച് കഴിഞ്ഞാലും തോരൻ വെക്കാൻ. ഇത് പൂത്തോ? ഈ വെട്ടോ? ഈ പൊക്കത്തി മേടിച്ചാണോ അതോ ഇങ്ങനെ? തെങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. കാരണം നമ്മുടെ നാടിൻ്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ പിന്നെ തെങ്ങാണല്ലോ. കുറേ തെങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് പപ്പയുടെ ബർത്ത്ഡേയോ? ബർത്ത്ഡേ അല്ല, ആണ്ടേ ഓറഞ്ച് കേട്ടോ. മൂന്നാറിലേ നമ്മൾ ഓറഞ്ച് കണ്ടിട്ടുള്ളൂ. ഇനി ഞാൻ വീട്ടിലും കാണും. ഇത് കിളിക്കുവോ? ശരിയാ. ഇതെന്നാ അപ്പൊ ഈ ചാക്കിനകത്തിലൊക്കെ? ഇതാണോ കാച്ചിലെന്ന് പറഞ്ഞേ? ഇതെന്നാ നാരകോ? ചൂട്. ശരി, ഇപ്പൊ ഭയങ്കര ചൂടാ കേട്ടോ നാട്ടിൽ, ഭയങ്കര ചൂടാ. ഇത് നാരകം അല്ല, ഇത് നാരകമല്ല, സോറി. ഇത് നമ്മുടെ കാച്ചിലല്ലയോ? ഇത് എത്ര മൂടാ അപ്പൊ വെച്ചേക്കുന്നത്? 100 മൂടോ? ഇതെല്ലാം കിളിക്കാറാവുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇതെല്ലാം കിളിച്ച് കഴിയുമ്പോൾ ഞാൻ ഒരു വട്ടം വീഡിയോക്കകത്ത് കാണിക്കാമേ. കാരണം ഇതെല്ലാം കിളിക്കാറാവുന്നതേ ഉള്ളൂ. ഇതോ അവിടെ എല്ലാം വെച്ചേക്കുന്നത് നമ്മുടെ കാച്ചില. എന്തേ കറിവേപ്പില ഇവിടെ ഇച്ചിരി കുറവാണ് കേട്ടോ. പക്ഷെ നമ്മുടെ കുടുംബ വീട്ടിലുണ്ട് ഇഷ്ടം പോലെ. കുടുംബത്തെ വീട്ടിൽ ഇഷ്ടം പോലെ ഇപ്പം ഉണ്ട്. ഇതെന്നാ? ആത്തയോ? കസ്റ്റേർഡ് ആപ്പിൾ ഉണ്ട്. ഓക്കെ. എനിക്കിഷ്ടമല്ലാത്ത ഫ്രൂട്ടാണ് കേട്ടോ കസ്റ്റേർഡ് ആപ്പിൾ. അയ്യോ അതെന്നാ അത്? ഓ, പനിനീർ ചാമ്പ. വെള്ളരി. ശരിയാ കേട്ടോ. ദേണ്ട കണിവെള്ളരി കേട്ടോ. ഇവിടെ കുഞ്ഞിനാണല്ലോ. അപ്പൊ ഇത് കിളിക്കുവോ? ഓ, എനിക്ക് തന്നെ കാണുന്നില്ല. ദേണ്ട കണ്ടോ? ഇതാണോ പനിനീർ ചാമ്പ? ഇത് ആപ്പിൾ ചാമ്പയല്ലേ ഇപ്പൊ പനിനീർ ചാമ്പ? ഓക്കെ. ഓ, ഇത് അവിടെ കോവലാ കേട്ടോ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വട്ടത്തേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ കോവല് കുറവല്ലേ? കാരണം കഴിഞ്ഞ വട്ടം എന്തുമായിരുന്നു. കഴിഞ്ഞ വട്ടം ദൈവസാഴ്ച ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാനും വന്ന് കുറേ ഇത് കോവൽ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ പീച്ചിങ്ങ അല്ലയോ അത്? ഈ വട്ടം കോവൽ ഇച്ചിരി കുറവാ കേട്ടോ. ഇതാ മറ്റേ ആൻറ്റിയുടെ വീട്ടിൽ കൊണ്ടുവന്നെയാണോ? പെൻസോമ എടുത്തുകൊണ്ടുവന്നെയാണോ? കഴിഞ്ഞ വട്ടം പപ്പയുടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. നല്ലതായിരുന്നു അത്. എൻ്റെ പീച്ചിങ്ങ അല്ലയോ? ഇതൊക്കെ കഴിഞ്ഞ വട്ടം ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം. ഇത് ലോക്കി, പിന്നെന്തായിരുന്നു കോവയ്ക്ക. അയ്യോ, കോവയ്ക്ക ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുൾ കോവയ്ക്ക തോരനായിരിക്കും, മെഴുക്കുവരട്ടിയെല്ലാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കൃഷി എടുക്കുന്നതാണോ നല്ല രസമല്ലേ? പപ്പയ്ക്ക് ഇതൊക്കെ പറിക്കുന്നതാണോ സന്തോഷമല്ലേ? ഇത്രയും കഷ്ടപ്പെട്ടിട്ട്. കാരണം നമുക്ക് വേറെ ബെനിഫിറ്റ്സ് ഇല്ല. ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് വേണ്ടേ? അത് പറിക്കുമ്പോ ആണോ? ബെനിഫിറ്റ് ഇല്ലാത്തൊരു കാര്യമാണ് നമ്മൾ. കാരണം അല്ലെ പിന്നെ അങ്ങനെ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യണം. നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇത് ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഒത്തിരിയും പൈസ മുടക്കുണ്ട്. പിന്നെ എന്തുവാ? ലോക്കി കേട്ടോ. ഇതാണ് ലോക്കി. ലോക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കറി വെക്കൂ. ഇത് നല്ല തടിയനാവും കേട്ടോ. കഴിഞ്ഞ വട്ടത്തെ ലോക്കി നല്ല തടിയനായിരുന്നു. ആണല്ലോ. അപ്പോൾ ഉടുപ്പിലെല്ലാം കറയായി ഈ വെജിറ്റബിൾസിൻ്റെ. ഇവിടെ എല്ലാം കിളിച്ച് നിൽപ്പുണ്ട് കേട്ടോ. വേണ്ട ലോക്കി. ഇതെല്ലാം ലോക്കിയാണേ. ഇതെല്ലാം ആണോ? ഓക്കെ. അപ്പോൾ ഇതിനിടയ്ക്കെല്ലാം ചീര നട്ടിട്ടുണ്ടെന്ന്. ഇതെല്ലാം ഓക്കെ ഉണ്ട്. ഇത് പറിക്കാറായില്ലേ? അപ്പം ഇത്
ആ പിന്നെ അതില്ലയോ ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലയോ? ആ ഫ്രൂട്ടുണ്ട്. അത് വേറെ ഇതുണ്ട്. ഇത് ലോക്കി നിന്ന് പറിക്കാനുണ്ട്. എൻ്റെ ഇപ്പം ഇത് പറിക്കോപ്പാ. ഇത് പപ്പ അവിടുന്ന് പറിക്കുവാണേ. അതുകൊണ്ട് അത് പറിക്കും. ഇതന്നെ ഇങ്ങനെ ഉള്ളിക്കൂടെ വന്നേ. ചാടണ്ട, പക്ഷെ ചാടിയില്ല. അശോ, വല കട്ട് ചെയ്താൽ കുഴപ്പമില്ലയോ? ഓ, നമ്മൾ വല കട്ട് ചെയ്ത് എടുത്തു കേട്ടോ. പോരെ ഇന്നത്തേക്ക് കേടായി പോയല്ലേ? ഓ, ഇത് ഉള്ളിക്കൂടെ വെളിയിലോട്ട് വരുമല്ലേ? ആ ഓക്കെ. ലോക്കി ഒത്തിരി കിളിക്കും കേട്ടോ. നമ്മൾ നല്ലതായിട്ടൊക്കെ കിളിപ്പിക്കുവാണെങ്കിൽ നല്ലതായിട്ട് കിളിക്കുന്ന ഒരു വെജിറ്റബിളാണ്. കാരണം എനിക്കറിയാം കഴിഞ്ഞ തൊട്ട് കുറേ ഉണ്ടായിരുന്നേ. ഇത്രയും ലോക്കി നമുക്ക് കിട്ടി കേട്ടോ. ഇതന്നെ അപ്പം ഇതല്ലേ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്? കിളിക്കുന്നതേ ഉള്ളല്ലേ? ഇതെല്ലാം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് നമ്മൾ ഇതുപോലെ തൂണ് പോലെ വെക്കും കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ടയർ വെച്ചിട്ട് എങ്ങനെയാപ്പാ ഇത് മേലോട്ട് പടന്നു, 4 സൈഡിൽ കൂടെ പടന്നു വരും. പടന്നു വന്നിട്ട് ഇതിനകത്ത് കൂടെ താഴോട്ട് വന്നിട്ടാണ് അത് പൂക്കുന്നത്. 1-1.5 വർഷം എടുക്കും പൂത്ത് പറഞ്ഞാൽ. ഓക്കെ. അപ്പോഴത്തേക്ക് പിന്നെ അതിന്റെ പൂട്ടേന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വരെ നമുക്ക് പ്ലാൻ ചെയ്യാം. അത് ഇപ്പം എത്ര മൂട് വെച്ചിട്ടുണ്ടോ? അങ്ങ് വരെ വെച്ചിട്ടുണ്ട് കേട്ടോ. 10 മൂടാ. ഇതേണ്ടി ഇങ്ങനെയാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ. ഇതിങ്ങനെ കിളിച്ചിങ്ങനെ പൊങ്ങും കേട്ടോ. ഇങ്ങനെ പൊങ്ങി നമ്മുടെ ഈ ടയറിൻ്റെ മേളിൽ കൂടെ താഴ്ത്ത് വരും. ഇതെല്ലാം കിളിച്ച് കഴിയുമ്പോൾ ഞാൻ കാണിക്കാമേ. ഇവിടെ എല്ലാം ചേമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചേമ്പ് തന്നെ ഇല്ലയോ? അപ്പൊ ഇതിനെ ഉപയോഗിക്കാൻ കൊള്ളാവോ? പിന്നെ ഓക്കെ. ഓ, മമ്മി നമ്മുടെ കൃഷി കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. മമ്മിയും ചെറുക്കനും എല്ലാം വരുന്നുണ്ട്. കാരണം ഞാനും പപ്പയും കൂടി ഇങ്ങ് പോരുന്നു. ഓ, ചെറുക്കൻ ഓടി വരുന്നുണ്ടോ? മമ്മിയുണ്ട്. പപ്പ എവിടെ ഉണ്ടോ ഇവൻ അവിടെ ഉണ്ട് കേട്ടോ. ഡാ സൂക്ഷിച്ചു വാടാ. നല്ല സന്തോഷമൊക്കെ ഉണ്ടോ? ഇത് പേരക്കയാ കേട്ടോ. ഗുവ അത് പക്ഷെ വെളിയിൽ നിന്ന് കണ്ടു വരുന്ന പേരക്കല്ലേ? ഇത് ചാമ്പക്കല്ലേ? യോ, തക്കാളി കണ്ടില്ല കേട്ടോ. മറന്നുപോയി കേട്ടോ. ഞാനാണെ തക്കാളിക്ക് കാണിക്കാൻ മറന്നു. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നട്ടേക്കും പപ്പ. പക്ഷെ ഞാൻ അവിടെ നിന്നപ്പോൾ ഇവൾ വെളുത്തുള്ളിയുടെ കാണിച്ചായിരുന്നല്ലോ. എന്ത് ചെയ്ത്? ഓ, ഇത് വെളുത്തുള്ളിയാ കേട്ടോ. ഇതെല്ലാം കിളിച്ച് വരുന്ന വെളുത്തുള്ളി. ഓ, നമ്മുടെ തക്കാളിക്ക് കണ്ടോ? എന്തിയപ്പാ നോക്കട്ടെ ഒരു മിനിറ്റ്. ഇതെല്ലാം തക്കാളിക്കാണേ. ഞാൻ കയറിക്കോട്ടെപ്പാ. കാരണം ഇത് ഉണ്ട്. ദോ കണ്ടോ, ഇതെല്ലാം തക്കാളിക്കാണേ. ഇത് പഴുക്കാനുണ്ടല്ലേ? പഴുക്കുന്നതേ ഉള്ളേ. ഇത് പറിക്കാനോ? അപ്പൊ തറ വീണ് എടുക്കണോ? നഴ്സിംഗിലെ ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പന്റെ കൂട്ടി കൂടിയ വരുമാനത്തിന് വേണ്ടി കൃഷി ചെയ്യണോ അല്ലേ? നമ്മള് വെറുതെ മറ്റേ നമ്മൾ ആർക്ക് വേണ്ടി കൊടുത്താലും സർക്കാരിന് ചെയ്താലും എല്ലാം തിരിച്ചു കിട്ടുന്നില്ല കേട്ടോ. ഉപദേശമാണ് ഇതെല്ലാവർക്കും ഉപദേശമാണ്. ഇതെല്ലാം തിരിച്ചു കിട്ടും. നമ്മൾ 1 സെന്റ് ഭൂമി ഉള്ളൊരു ചാക്കിനകത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. വിഷമില്ലാത്ത നല്ല സാധനം, വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, പച്ചമുളക്, എല്ലാ സാധനങ്ങളും കൃഷി ചെയ്താൽ വേറൊരു ഗുണമുണ്ട്. പൈസ ലാഭം, ഹെൽത്ത് ലാഭം. അതാണ് അവിടെ വഴുതനങ്ങ കട്ട് ചെയ്യാനായിട്ട് പോവാം. വഴുതനങ്ങ ഉണ്ട് കേട്ടോ. ഇതെന്താ കുരുമുളക് അല്ലയോ? ഇത് ഇപ്പൊ കിളിപ്പിച്ചതേ ഉള്ളോ? അതോട്ട് പടത്താണ്. പിന്നെ ഇത് ചിക്കു അല്ലേ? ആ, ഇത് പിന്നെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കായ് വിളിച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാവേ അത്. ഇനി ഫ്രൂട്ട്സ് കാണിക്കാം കേട്ടോ. അപ്പൊ കുറെ ഫ്രൂട്ട്സിന്റെ തൈയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കിളിക്കാറായില്ലല്ലോ ഒന്നും. ആ ശരി കേട്ടോ. ഇത് അബിയു ആണ്. അബിയു ഫ്രൂട്ടിനെ പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഇത് അബിയു ആണ്. ഈ ഫ്രൂട്ട് ആണെങ്കിൽ ഇതിന്റെ ആണെങ്കിൽ ഫ്രൂട്ട് വന്നായിരുന്നു കേട്ടോ. പക്ഷെ ഇതിന് ഒറ്റ ഫ്രൂട്ടേ വന്നുള്ളൂ. ഞങ്ങളാണെങ്കിൽ ആ ഫ്രൂട്ട് മുറിച്ച് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. അന്ന് ഞാൻ നാട്ടിലുള്ളപ്പോഴായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റാണ്. ഒരു ടെൻഡർ കോക്കനട്ടിന്റെ ടേസ്റ്റാ അല്ലയോ അപ്പാ?
പിന്നെ ഇവിടെ എല്ലാം നമ്മൾ വാഴ നട്ടിട്ടുണ്ട് കേട്ടോ. വാഴ നമ്മുടെ മെയിൻ ആണേ. ആണ്ട് കുഞ്ഞു ചീരകളൊക്കെ തൈ നട്ടിട്ടുണ്ട് കേട്ടോ. തൈ കിളിപ്പിക്കുമല്ലയോ പാകിയിട്ട്? ആ, ഇതെല്ലാം പ്ലാന്റ് ചെയ്യാനുള്ളതാണ്. മാവല്ലേ, ഡിഫറെന്റ് ടൈപ്പ് മാവുണ്ട്. ഇത് പപ്പായയുടെയും ഡിഫറെന്റ് വെറൈറ്റി ഇല്ലേ? ആ, ഇത് പ്ലാവും കുറെ നട്ടിട്ടുണ്ടല്ലേ. പിന്നെ വേറൊരു ഫ്രൂട്ട് ഞാൻ ഇവിടെ കണ്ടു അപ്പാ. ജപ്പാന്റെ റംബൂട്ടാന്റെ കൂട്ടൊരു സാധനമുണ്ട്. ആ, അതിന്റെ പേരെന്തുവാ? അതിന്റെ പേര് പറയുന്നത് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. വേറെ സന്തൂൾ എന്ന് പറഞ്ഞ സാധനമുണ്ട് അവിടെ. സന്തൂറോ? സന്തൂൾ എന്ന് പറയുന്നത്. സന്തൂൾ കുറെ ഡിഫറെന്റ് വെറൈറ്റി ഉണ്ട് കേട്ടോ. ഈ നമ്മൾ നഴ്സറിയിലൊക്കെ പോകുമ്പം അവർ പറയും ഇങ്ങനെ കുറെ ഉണ്ടെന്നൊക്കെ. പപ്പ അതെല്ലാം മേടിക്കും കേട്ടോ. ജപ്പാൻ മോഡൽ മാവാണോ പ്ലാവാണോ? മാവ് കണ്ടോ, വേണ്ട ഇത് ജപ്പാൻ മോഡൽ മാവാന്ന് പപ്പ പറയുന്നു. എന്തുവാ? ആ ശരി, ഇതാണ് ഒരു വേറെ ഫ്രൂട്ട് എൻ്റെ കാര്യം പറഞ്ഞേ. ഇതിന്റെ പേരുണ്ട് പുലാസാൻ. ഇതൊരു ഫ്രൂട്ടാ. ഇത് നമ്മുടെ റംബൂട്ടാൻ പോലിരിക്കുമല്ലേ? നമ്മള് കഴിച്ചിട്ടില്ല ഇത് പക്ഷേ അല്ലേ? ഇതെന്തുവാ ഇത്? ഇത് പിന്നെ രണ്ടാമത് പ്ലാന്റ് ചെയ്തിരിക്കാം, കോളിഫ്ലവർ പ്ലാന്റ് ചെയ്തിരിക്കാം. ഓ, ഇതെല്ലാം കോളിഫ്ലവർ രണ്ടാമത് പ്ലാന്റ് ചെയ്തേക്കുന്ന കേട്ടോ. നമ്മൾ ഈ ബ്രോക്കോളി വെച്ചില്ലയോ അപ്പൊ ഈ വട്ടം? അത് കിളിപ്പിച്ചായിരുന്നോ? ഞാൻ ബ്രോക്കോളി ഓൺലൈനിൽ ഓർഡർ ചെയ്തു കേട്ടോ. എനിക്കിഷ്ടമുള്ള വെജിറ്റബിളാണ് ബ്രോക്കോളി. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, പപ്പ ഇപ്പം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഓൺലൈനിൽ സീഡ് ചെയ്ത് ഓർഡർ ചെയ്തായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വെറുതെ ഇങ്ങനെ ഭൂമി ഇടാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ യൂട്യൂബിൽ നോക്കിയാൽ ഇഷ്ടം പോലെ മെത്തേഡ്സ് ഉണ്ട് ഇത് പ്ലാന്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ പപ്പയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ട് കേട്ടോ. ആ പുള്ളിക്കാരനാണെങ്കിൽ എല്ലാം അറിയാലേ. അപ്പൊ എന്തുവാ അരവിന്ദങ്ങളെ കുറിച്ച് അഭിപ്രായം? അല്ല, അരവിന്ദ് ഇന്നലെ ഞാൻ വന്ന് വീഡിയോ എടുത്തപ്പോൾ അരവിന്ദങ്ങൾ ഉണ്ടായിരുന്നു. പുള്ളി നല്ലതായിട്ട് ചെയ്യുമല്ലേ ഇതെല്ലാം കേട്ടോ. പക്ഷെ പുള്ളിയാണ് ഈ ഐഡിയ എന്ന് വെച്ചാൽ പപ്പ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം മനസ്സിലാക്കുന്നത് പുള്ളിക്കാട്ടോ. ഈ ഐഡിയ മൊത്തം പുള്ളിയുടെ ആണ്. അതെ, ഒരു 1/2 ഏക്കറോളം ഈ ഇത് തന്നെയല്ലേ. ഈ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം അങ്കിള് തന്നെയാ കേട്ടോ. ഇതെല്ലാം എൻ്റെ അങ്കിള് കൊണ്ടുവന്നല്ലേ. അങ്കിള് ഇഷ്ടംപോലെ അവിടെ നട്ടിട്ടുണ്ടല്ലേ. എന്നിട്ട് അങ്കിള് നട്ടപ്പം പപ്പയ്ക്കും കൊണ്ടു കൊടുത്തു. ഇതോ? ആ, ഡ്രാഗൺ ഫ്രൂട്ട് നല്ല ഫ്രൂട്ടാ കേട്ടോ. കാരണം ഹെൽത്തിയാണ് ഇത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും മേടിക്കുന്നതല്ലേ. 250 രൂപ കിലോയ്ക്ക് വിലയാണ്. ഒരു 2-3 ചട്ടിക്ക് അതിലാണ് വെച്ച് വളർത്തിയാലും ഒരു വീട്ടുകാരന് പ്രയോജനപ്പെടും. അതെ, നിങ്ങൾക്ക് ഇതൊക്കെ ഒരു മോട്ടിവേഷൻ ആവണം കേട്ടോ വീഡിയോസ് ഒക്കെ കണ്ടു. ആ, നമ്മള് വീഡിയോ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവിടെ കുറെ പേര് വന്ന് എന്തോപ്പാ ചാച്ചു എന്തൊടിച്ചു ആടാ എല്ലാരും? അച്ചു ആണോ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവൻ എപ്പോഴും അടിക്കും. ഇത് ജൂലിമാമ നമ്മുടെ കൃഷി എടുക്കുവാ കേട്ടോ. അടിക്കുന്നുണ്ടോ ചാച്ചു? ചാച്ചു ചാച്ചു ഈശ ബാഡ് ബോയ് ആ കേട്ടോ. എന്നെ അച്ചില്ല നീ. അങ്ങനെ ചീരയെല്ലാം ജൂലിമാമ എന്തേ കാണിച്ച് കാണിച്ച്. ആ, ഇത്രയും ചീര ആക്കിയിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള മതി. ഞാൻ പറഞ്ഞു നമ്മൾ ബിസി ആയതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല, ഇപ്പൊ പറിക്കുന്നില്ല. അതുകൊണ്ട് ഹാപ്പിയാണോ മമ്മി? ഹാപ്പിയാണോ? മാങ്ങ കാണിച്ചു, മാങ്ങ എല്ലാം കാണിച്ചു. അമ്മ പറയുന്നത് മാങ്ങ എല്ലാം കാണിക്കാൻ പോലെയാപ്പാ. പാളാൻതോടൻ എനിക്കിഷ്ടമല്ലാത്തതാ കേട്ടോ. ഇതിന്റെ കൂമ്പില്ലയോ അപ്പം? ഒടിച്ചോ? ആ, ഓക്കെ. യെസ്, എന്തിയാപ്പാ ഇത്. അപ്പൊ ഈ കൂമ്പ് നമ്മൾ പറിക്കത്തില്ലേ ഇപ്പം? കൂമ്പുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ ഈ വട്ട കൂമ്പ് കുറവാണേ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കൂമ്പ് തോരൻ വെക്കാമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം കൂമ്പ് തോരനെ. ഇതെന്തിനാ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇടല്ലെന്നല്ലേ? ഉണക്കച്ചാണകമാണോ? പച്ചച്ചാണകം നമ്മൾ കൃഷി ചെയ്യുന്നിടത്ത് ഇടല്ലെന്നാ കേട്ടോ. ഇത് ഉണക്കച്ചാണകമാണേ.
ഇതെല്ലാം എന്തിനാപ്പാ? കുറ്റിക്കുരുമുളക് വെക്കാൻ. ഓ, ഇത് നമ്മളിപ്പോൾ പറിച്ച പയറാ കേട്ടോ. ഇതെല്ലാം കുരുമുളക് നടാൻ വേണ്ടി പൈപ്പെല്ലാം ചുറ്റിച്ച് വേണ്ടി. ഇതെല്ലാം നമ്മുടെ കുറ്റിക്കുരുമുളക് നടാൻ വേണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ പൈപ്പും ഇതാക്കും. ഇതിന് യൂട്യൂബ് ആണോ അപ്പാ? യൂട്യൂബ് ഐഡിയ ആണോ? അതെ അതെ അതെ, അത് ഇഷ്ടം പോലെ ഉണ്ടാവും. 300 ദിവസം പയർ യൂട്യൂബിൽ നിന്ന് അപ്പ ആരുടെ വീഡിയോ കണ്ടിട്ടാ ഇതെല്ലാം ചെയ്യുന്നത്? പലരുടെയും വീഡിയോ കാണുന്നില്ല. അല്ല, അതിനകത്ത് പയർ ഇഷ്ടം പോലെ 300 ദിവസം പയർ കുരുമുളക്. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം. കാരണം ഇത്രയും പയർ കിട്ടിയില്ലേ. ഇത് പിന്നെ നമ്മൾ കടയിൽ കൊടുക്കാനൊന്നുമല്ല കേട്ടോ. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കാനാണേ. ഇതെല്ലാം അപ്പടെ ടൂൾസ് കേട്ടോ. പിന്നെ നമ്മൾ കൃഷി ചെയ്യുന്നത് വെറുതെ മാത്രമല്ല കേട്ടോ. കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു റൂമൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കാരണം അല്ലേ പിന്നെ വെള്ളം എടുക്കാനും കാര്യങ്ങൾ ടൂൾസ് വെക്കാനൊക്കെ എന്തെങ്കിലും വേണ്ടേ. അങ്ങനെ പപ്പയ്ക്ക് എന്തോ അപ്പോൾ ഇതിനെപ്പറ്റി പറയാനുള്ളത്? അതിനെപ്പറ്റി പറയുന്നത് 22 വർഷം PWD വർക്ക് ചെയ്തിട്ട് കിട്ടാത്തൊരു അനുഭൂതിയാണ്, സന്തോഷം. ആ ശരി, സത്യമല്ലേ? ഇത്രയും വർഷം ജോലി ചെയ്തിട്ടും കിട്ടാത്തൊരു സന്തോഷമല്ലേ? നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനായിട്ടൊരു മാന്യതയില്ല. ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഇവിടെ എന്ന് പറഞ്ഞാൽ കിറ്റുമായിട്ട് വന്നാൽ ഇഷ്ടം പോലെ സാധനം പറിച്ചുകൊണ്ട് പോവാ. അവരൊരിക്കലും ഇവരാരും പറയത്തില്ല നാളെ വാ, അല്ലെങ്കിൽ സെക്രട്ടറി ഇല്ല, ഒന്നും പറയത്തില്ല. അതെ അതെ, നമ്മുടെ വസ്തു, നമ്മുടെ സാധനം, നമ്മുടെ കൃഷി. ചെന്ന് കഴിഞ്ഞാൽ എപ്പോൾ ചെന്നാലും നമുക്ക് പച്ചക്കറിക്കുള്ള ഇതിന്റെ ഓണർ നമ്മൾ അല്ലേ? ഓണറില്ല. എപ്പോൾ ചെന്നാലും ഒരു 20 പറയത്തില്ല നാളെ വാ, ഇന്നൊരു പോക്കിനകത്ത് ഇല്ല. കൃത്യമായ സാധനങ്ങൾ എപ്പോഴും കിട്ടും കേട്ടോ. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും എവിടെ വന്നാലും കിട്ടും. അതുകൊണ്ട് ശരിക്കും സന്തോഷമല്ലേ? നമ്മളിപ്പോൾ തന്നെ പയർ കൃഷി ചെയ്യുന്നു, അല്ലെങ്കിൽ ചേന, ചേമ്പ് ചെയ്ത് കൃഷി ചെയ്തിട്ട് ഒരു 6 മാസം കഴിയുമ്പോൾ വന്നു കഴിഞ്ഞാൽ അവർ റെഡി ആയിട്ടിരിക്കുക. ഞങ്ങൾ പറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരാരും പൈസയും തരത്തില്ല, നമ്മളെ ചീത്തയും പറയും, പ്രശ്നമാണ്. അതിനേക്കാൾ ഏറ്റവും ബെറ്ററായുള്ള കാര്യം കൃഷി ചെയ്യുക. എല്ലാവരും കൃഷി ചെയ്യുക. ഒരു സെൻറ്റേ ഉള്ളിൽ 1 സെൻറ്റിനകത്ത് ചാക്കിനകത്ത് നിറച്ച് കൃഷി ചെയ്താൽ ഇഷ്ടം പോലെ. പറ്റി കൃഷിയെപ്പറ്റി കൂടുതൽ പാഠങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും കൃഷി ചെയ്തിടത്തോളം നല്ല ബെനിഫിറ്റാണ്, പ്രയോജനമാണ്. പിന്നെ മനസ്സിനൊരു സന്തോഷമല്ലേ? പൈസയല്ല, നമ്മൾ പൈസയെന്നൊരു കാര്യമേ ചിന്തിക്കുന്നില്ല. അതെ, പപ്പ എല്ലാ ദിവസവും 4 മണി കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും. 4-5 മണി ആ സമയത്തൊക്കെ ഇവിടെ ആയിരിക്കും, ചായം കുടിച്ചിട്ട് ഇറങ്ങുന്നതാ. നല്ല സന്തോഷകരമായ അനുഭവമായി. അതെ, ഇവിടെ എല്ലാം പച്ചപ്പ് കണ്ട് ഇതിന്റെ പൂക്കളും അതും ഇതും എല്ലാം കണ്ട് വളരെ സന്തോഷം. അവിടെ ഡ്രാഗണൊക്കെ വെള്ളോട്ട് വരുന്നതിന്റെ വളരെ. അതെ, ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കളിക്കുമ്പോൾ ശരിക്കും ഹാപ്പി ആവല്ലേ? എല്ലാം വെച്ചിരിക്കുന്ന 1 വർഷം കൊണ്ട് ഇതെല്ലാം ഇപ്പൊ പ്ലാന്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും നല്ല ബെറ്റർ ആകുമെന്ന് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇതെല്ലാം നമ്മളിപ്പം മുറിച്ച ലോക്കിയാണ് കേട്ടോ. ഇത്രയും ഉണ്ടായിരുന്നേ. ഇനിയുണ്ടോ? ആ ശരി, ഇനി ലോക്കി ഉണ്ട് കേട്ടോ. ലോറി എടുത്തിട്ട് വരും. അത് 40 കിലോളം ഇപ്പോൾ കടയിലോട്ട് കൊടുക്കാം. ആണോ? ഇത് നമ്മൾ കടയിൽ കൊടുക്കും കേട്ടോ. കാരണം ലോക്കി നമുക്ക് ഇത്ര ആവശ്യമില്ല അല്ലേ? നമ്മൾ കുക്ക് ചെയ്യാനാണല്ലോ ആവശ്യം. നമ്മൾ റിലേറ്റീവ്സിനെല്ലാം കൊടുക്കുമെങ്കിലും ലോക്കിക്ക് അതെ അധികം യൂസ് ഇല്ലാത്ത സാധനമാണ്. അതെ കേട്ടോ, നമ്മുടെ ഇവിടെ നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനി തന്നെ വർക്ക് ചെയ്യുന്ന ഒത്തിരി നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് കേട്ടോ. അപ്പം അവരിത് മേടിക്കും. എന്താ, അവർക്ക് ഇഷ്ടമുള്ളൊരു വെജിറ്റബിൾ ആണ് ഈ ലോക്കി. അപ്പം നമ്മുടെ തന്നെ കടയിൽ, നമ്മൾ വേറെ കടയിലല്ല കൊടുക്കുന്നത്, നമ്മുടെ തന്നെ കടയിലാണ് വെക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ലോക്കിയാണ് കേട്ടോ. നമ്മൾ ലോക്കിയും കൊണ്ടൊക്കെ പോവാണേ. കുക്കുംബർ പറിക്കാനുണ്ട്, നാളെ പറിക്കാം രാവിലെ. നാളെ രാവിലെ നാളെ പറിക്കാനുണ്ട്. കൊലയുണ്ട്, എല്ലാം കൊണ്ടുപോകും. അതെ, ഇവിടോട്ട് വെക്കോപ്പാ. നമ്മുടെ കൃഷി തുടങ്ങണം. ഇതെല്ലാം നമ്മുടെ ഇന്നത്തെ കൃഷിയാട്ടോ. പയറും ചീരയും ഇതെല്ലാം ലോക്കി. പിന്നെ നമ്മുടെ കോളിഫ്ലവർ ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നു. കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയാ. ബജ്ജി ഉണ്ടാക്കാൻ കൊടുക്കും. ബജ്ജി അല്ല, കോളിഫ്ലവർ. പിന്നുണ്ട്, ഇനി എന്തോ ഉണ്ട്. പീച്ചിങ്ങയുടെ വലിയതുണ്ട് കേട്ടോ. കുഞ്ഞതും ഉണ്ട്, വലിയതും ഉണ്ട്, എല്ലാം ഉണ്ട്. പീച്ചിങ്ങ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം കേട്ടോ. ഭയങ്കര സന്തോഷമായി, ശരിക്കും ഹാപ്പിയായി. അപ്പം ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ബൈ.